ഹായ് ഗായ്സ്, ഇന്ന് പുറത്ത് നോക്കിയാൽ തന്നെ അറിയാം നല്ല മഴയുള്ള ഒരു ദിവസമാണ്. പോർച്ചുഗൽ വിന്റർ സെറ്റായാൽ പിന്നെ ഇങ്ങനെയാണല്ലോ, മഴ, ചെറുതായി ഫോഗ്, കൂടെ നല്ല തണുപ്പ്, എല്ലാം കൂടി ചേർന്നൊരു ഹെവി ഫീലാണ്. ഇങ്ങനെ ഒരു ദിവസത്തിൽ പുറത്തേക്ക് പോകാൻ മനസ്സില്ലാത്തവർക്ക് വീട്ടിലിരുന്ന് ചൂടുള്ള എന്തെങ്കിലും കുക്ക് ചെയ്യാൻ തന്നെയാണ് മനസ്സ് പോകുന്നത്. അപ്പോ ഇന്ന് ഈ മഴയുള്ള മൂഡിനോട് പെർഫെക്റ്റ് മാച്ച് ആകുന്ന ഒരു സ്പെഷ്യൽ ഡിഷ് ഉണ്ടാക്കിയാലോ എന്ന് തോന്നി. അതെ ഗൈസ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് നല്ല അടിപൊളി പ്രോൺസ് ബിരിയാണിയാണ്. മഴയും ബിരിയാണിയുടെ മണവും കൂടി ചേരുമ്പോൾ ഡേ തന്നെ സ്പെഷ്യൽ ആയി പോകും. ദാ എന്നെ സഹായിക്കാൻ ഇന്ന് ആരാണ് കൂടെ ഉള്ളതെന്ന് നോക്കിക്കേ, എന്റെ പുന്നാര മോൻ. ഞാൻ കുക്കിംഗ് തുടങ്ങുമ്പോൾ അവനും അതിനൊപ്പം തന്നെ കിച്ചണിലേക്ക് എത്തും. അവനെ കൊണ്ട് പറ്റുന്ന ചെറിയ ചെറിയ സഹായങ്ങൾ ചെയ്യും. ഒക്കെയും വലിയ സീരിയസ്നെസ്സോടെയാണ് ചെയ്യുന്നത്. ഇതിനിടെ ആളിനൊരു ക്യൂട്ട് ചോദ്യമുണ്ട് കേട്ടോ, ഉമ്മി, ഞാൻ വലുതാകുമ്പോൾ ഷെഫായാലോ? എനിക്ക് തോന്നുന്നത് ഇവൻ കുക്കിങ്ങിനോട് ഒരു സ്പെഷ്യൽ താല്പര്യമുണ്ടെന്നാണ്. കാരണം കിച്ചണിൽ നിന്ന് കുക്കിങ്ങിന്റെ മണം വരുമ്പോഴേ അവൻ ഓടിയെത്തും. പിന്നെ ചോദ്യങ്ങളുടെ ഒരു പരമ്പര തന്നെയാണ്. ഇതെന്താ ഉമ്മി, ഇതെപ്പോ റെഡിയാകും, ഞാനും സഹായിക്കട്ടെ. അങ്ങനെ കിച്ചൺ ഞങ്ങളുടെ ചെറിയ ബോണ്ടിങ് സ്പേസ് ആയി മാറും. ഭക്ഷണം പാകം ചെയ്യുന്നതിനോടൊപ്പം ഓർമ്മകളും ഇവിടെ തന്നെയാണ് കുക്ക് ചെയ്യപ്പെടുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് സണ്ണി ഡേയ്സ് തന്നെയാണ്. സൂര്യന്റെ വെളിച്ചം കാണുമ്പോൾ തന്നെ മനസ്സിനൊരു പോസിറ്റിവിറ്റി ഉണ്ടാകും. പക്ഷേ പ്രകൃതി ഓരോ മാറ്റങ്ങൾ കാണിക്കുമ്പോൾ നമ്മളും അതിനൊപ്പം മാറാൻ പഠിക്കണമല്ലോ. വിന്റർ എത്തിക്കഴിഞ്ഞാൽ സൂര്യനെ കാണുന്നത് വല്ലപ്പോഴും മാത്രം. മിക്ക ദിവസങ്ങളിലും മഴ, ചെറുതായി ഫോഗ്, ഇരുണ്ടുമൂടിയ ആകാശം, എല്ലാം കൂടി ഒരു ഹെവി ഫീൽ ഉള്ള ദിവസങ്ങളാണ്. ഇങ്ങനെയുള്ള സമയങ്ങളിൽ മൂഡ് സ്വിങ്സ്, സാഡ്നെസ്, ഡിപ്രഷൻ ഇതൊക്കെ നമ്മളെ പിടിക്കാതെ സ്വന്തം മനസ്സിനെ പ്രൊട്ടക്ട് ചെയ്യണം. അതിനുള്ള ഏറ്റവും നല്ല വഴി നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നതാണ്. എനിക്ക് പേഴ്സണലായി തോന്നുന്നത് ഇങ്ങനെ ഒരു ക്ലൈമറ്റിൽ കുക്കിംഗ് ഒരു ബെസ്റ്റ് തെറാപ്പിയാണെന്നാണ്. പുതിയ റെസിപ്പീസ് പരീക്ഷിക്കുമ്പോൾ, നമ്മൾ മനസ്സോടെ എന്തെങ്കിലും കുക്ക് ചെയ്യുമ്പോൾ, അത് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് സ്നേഹത്തോടെ വിളമ്പുമ്പോൾ അപ്പോൾ കിട്ടുന്ന സന്തോഷം വാക്കുകളിൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ഭക്ഷണം വെറും വയർ നിറയ്ക്കാനുള്ള കാര്യമല്ല, അത് മനസ്സിനും വാംത്ത് കൊടുക്കുന്ന ഒരു ചെറിയ ഹാപ്പിനെസ് തന്നെയാണ്. അപ്പോ ദാ ഇവിടെ നമ്മുടെ പ്രോൺസ് ബിരിയാണി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഒന്ന് ദം ചെയ്തെടുത്താൽ മതി. ഈ കിച്ചൺ മുഴുവൻ പരന്നു കിടക്കുന്ന മണം തന്നെ ഇന്ന് ചെയ്തതെല്ലാം മൂല്യം ഉള്ളതാണെന്ന് പറയുന്നത് പോലെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ജീവിതത്തിൽ ആദ്യം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് നമ്മുടെ ഹാപ്പിനെസ്സിനാണ്. നമ്മുടെ മൈൻഡ് റിലാക്സ് ആയാൽ മാത്രമേ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യവും ശരിക്കും നല്ല രീതിയിൽ സ്നേഹത്തോടെ സന്തോഷത്തോടെ ചെയ്യാൻ പറ്റൂ. ചിലപ്പോഴൊക്കെ ഒരു നല്ല ഡിഷ് കുക്ക് ചെയ്യുന്നതും അത് നമ്മുടെ പ്രിയപ്പെട്ടവരോടൊപ്പം ഷെയർ ചെയ്യുന്നതും മതി മനസ്സ് വീണ്ടും ഫ്രഷ് ആകാൻ. അപ്പോ ഇന്ന് ഈ പ്രോൺസ് ബിരിയാണിയോടൊപ്പം കുറച്ച് പീസും കുറച്ച് സന്തോഷവും കൂടി സെർവ് ചെയ്യാം.